വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 27, ഇന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നിലവിൽ വരുന്നത്. അപ്പോ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് നമ്മുടെ രാജ്യം നേരിടാൻ പോകുന്നത് എന്നുള്ളത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയിൽ പറഞ്ഞതാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പുറത്തു വന്നത് ഈ താരിഫ് ഇന്ന് വരുന്നു എന്ന് ഉള്ള വാർത്തകൾ ലോക രാജ്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ താരിഫ് വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്കാട്ടിലും ചർച്ച അത് ലോക രാജ്യങ്ങൾക്കിടയിലാണ്. കാരണം ഇന്ത്യയുടെ ഒരു മാർക്കറ്റിനെ എങ്ങനെ തങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പല ലോക രാജ്യങ്ങളും ഇപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു മാർക്കറ്റ് കട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടേക്ക് വേറൊരാൾക്ക് കടന്നു വരാനുള്ള ഓപ്പർച്യൂണിറ്റി കൂടെയാണല്ലോ അത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ലോകരാജ്യങ്ങളെല്ലാം കൂടെ ഇന്ത്യയുടെ ആ മാർക്കറ്റ് ഓരോ രാജ്യങ്ങളും ഞങ്ങൾക്ക് എങ്ങനെ അത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള നെഗോസിയേഷൻസും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പുതിയ വിപണികൾ തുറക്കുന്നുണ്ട്. അതിനിടയിൽ വന്ന വേറൊരു വലിയൊരു വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസം ജർമ്മൻ മാധ്യമമാണ് ഇത് പുറത്തുവിട്ടത്. ഡൊണാൾഡ് ട്രംപ് 4 തവണ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചിട്ടുണ്ട്. ഈ 4 തവണ വിളിച്ചപ്പോഴും നരേന്ദ്രമോദി ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല. നമ്മുടെ വിദഗ്ധര്, അതായത് സാമ്പത്തിക വിദഗ്ധർ, നയതന്ത്ര വിദഗ്ധർ, സാമൂഹിക വിദഗ്ധർ, അങ്ങനെ പല വിദഗ്ധരും ഇതിനെ വിശേഷിപ്പിക്കുന്ന അയ്യോ ചരിത്രപരം. കാരണം ഇങ്ങനെ ഒരു സംഭവം ചരിത്രത്തിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. കാരണം അമേരിക്കൻ പ്രസിഡന്റ് വിളിക്കുമ്പോൾ മുട്ടിടിക്കുന്ന പ്രധാനമന്ത്രിമാരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് 4 തവണ വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാൻ തയ്യാറായില്ല എന്നാണ് പറയുന്നത്. എന്തായിരിക്കും മോദി ഫോൺ എടുക്കാത്തത്? മോദിയുടെ മനസ്സിൽ വേറെ എന്തോ വലിയ ഒരു പ്ലാൻ ഉണ്ട്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് നമ്മൾ പുല്ല് വിലയാണ് കൊടുക്കുന്നതെന്ന് നമ്മൾക്ക് ഇതിലൂടെ തെളിഞ്ഞില്ലേ? എനിക്ക് ആ ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി ട്രംപ് 4 തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തത്? എന്തായിരിക്കും മോദിയുടെ മനസ്സ്? ഇപ്പോൾ ഇന്ത്യക്കെതിരെ താരിഫ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നത് നിലവിൽ വരും. എന്തുകൊണ്ട് ഇന്ത്യക്കെതിരെ താരിഫ് പ്രഖ്യാപിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2-3 കാര്യങ്ങൾ. ഒന്ന്, ട്രംപിന്റെ പേഴ്സണലായിട്ടൊരു വലിയ ഇഷ്യൂ ഉണ്ട്. അതായത് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിയത് താൻ ഇടപെട്ടിട്ടാണെന്നും തനിക്ക് നോബൽ പ്രൈസിന് അർഹതയുണ്ട് എന്നും ഇന്ത്യ പറയണം. ഇന്ത്യ പറഞ്ഞു. അതിനിടയ്ക്ക് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പറഞ്ഞത് ഈ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ള ക്ലിയർ ആയിട്ട് പറഞ്ഞു. താൻ അദ്ദേഹത്തിന്റെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഒരു കോളും ട്രംപിന്റെ ഭാഗത്തുനിന്ന് വന്നില്ല. അവിടെ വിളിച്ചത് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം വിളിച്ചു പറഞ്ഞത് ഇന്ത്യ വരട്ടാനാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു, പാകിസ്ഥാൻ ഒരു വലിയ ആണവ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു, നിങ്ങൾക്കെതിരെ വലിയൊരു ആക്രമണം നടത്തുന്നു. അന്നേരം മോദി മറുപടി പറഞ്ഞതും കൂടി ജയശങ്കർ പറഞ്ഞു. മോദി പറഞ്ഞു, ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും തരത്തിലൊരു നീക്കം ഉണ്ടായാൽ വമ്പൻ തിരിച്ചടി കൊടുക്കും എന്ന് പറയുകയും ചെയ്തു. തൊട്ടു പിന്നാലെ അടി കൊടുക്കുകയും ചെയ്തു. ഇതാണ് ആ സംഭവം. അതിനുശേഷം ട്രംപ് പലയിടത്തും പറഞ്ഞു. കാരണം പുള്ളി യുദ്ധം തീർക്കാൻ പോയടത്തൊന്നും ഇന്ന് വരെ ഒരു യുദ്ധം തീർന്നില്ല. ഗസയിൽ തീർന്നില്ല. റഷ്യ ഉക്രൈൻ വാർ പൊളിഞ്ഞടുങ്ങി. ആകെ പറയാനുള്ള ഒരു സാധനം കംബോഡിയ, തായ്ലൻഡും ഒപ്പം തന്നെ അസർബൈജാനും അർമേനിയയും. ഇതൊക്കെ തമ്മിൽ യുദ്ധമായിരുന്നു വെച്ചാൽ യുദ്ധമല്ല. അവർ അതിർത്തിയിൽ ഇടയ്ക്കിടയ്ക്ക് വെടിപൊട്ടിക്കാറുണ്ട്. ഇതിനെയൊക്കെ പുള്ളി വലിയ സംഘർഷമായി ചിത്രീകരിച്ചുകൊണ്ട് അവർക്കൊക്കെ വ്യാപാരം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കയ്യിൽ നിന്നൊക്കെ ഒരു നോമിനേഷൻ കിട്ടി, അതായത് നോബൽ പ്രൈസിനുള്ള. ഇതായിരുന്നു ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് വലിയ പൊളിറ്റിക്സ് അറിയത്തില്ല. ഞാൻ മുമ്പ് ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, ട്രംപ് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് നരേന്ദ്രമോദി. കാരണം കേവലം ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു സാധാരണ ഒരു സംഘടനാ പ്രവർത്തകൻ ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവും ഒപ്പം തന്നെ തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അതിജീവിച്ച് മുൻപോട്ട് പോകാൻ കഴിയുന്ന ഉഗ്രം പൊളിറ്റീഷ്യനാണ് നരേന്ദ്രമോദി. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കും, നമ്മുടെ ഇന്ത്യയിലെ എത്രയോ ഫേമസ് ആയിട്ടുള്ള മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നു, അല്ലെ? അവരാരും എത്തപ്പെടാൻ കഴിയാത്തൊരു മേഖലയിലാണ്. മുമ്പ് നമ്മുടെ എത്ര ഇന്ത്യൻ പ്രധാനമന്ത്രിമാർക്ക് ലോകത്ത് അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു, അതുകൂടെ നാം മനസ്സിലാക്കണം. ഇവിടങ്ങളിലേക്ക് ഒരു സാധാരണപ്പെട്ട കുടുംബത്തിൽ ചായക്കടക്കാരന്റെ മകനായി ജനിച്ച ഒരു ചായ വിൽക്കുന്ന ഒരു വ്യക്തിയായി വളർന്നു വന്ന് പൊളിറ്റിക്സിലേക്ക് വന്ന് ഈ നിലയിലേക്ക് എത്തിയെങ്കിൽ ചെറിയ കളിയൊന്നും അല്ല കളിച്ചത്. ട്രംപിനെ പോലെ വന്നിട്ട് സർവ്വ അധികാരവുമുള്ള ഒരു രാജ്യത്തിൽ ഒരു സുപ്രഭാതത്തിൽ പ്രസിഡന്റായ അല്ല പ്രധാനമന്ത്രി. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിലെ പറഞ്ഞു ഒരു കുതന്ത്രവും നടക്കില്ല എന്ന് പറഞ്ഞു. അതാണ് ആ ഒരു സംഭവമാണ് ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചത്. അതിനുശേഷം വീണ്ടും ഇവർ തമ്മിലുള്ള ആ ഒരു ഈർഷ്യ കൂടുകയും മുനീറിനെ വിളിച്ച് അമേരിക്കയിൽ കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഇന്ത്യക്കെതിരെ ആണവായുധം പ്രയോഗിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോഴും ഇന്ത്യ മിണ്ടിയില്ല. ഇന്ത്യ ഒരിക്കൽ പോലും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ട്രംപ് നടത്തിയ പ്രസ്താവനയിൽ നരേന്ദ്രമോദി എന്ന് പേരെടുത്ത് പറയുന്നുണ്ട്. ഇതുവരെ അദ്ദേഹം അത് പറഞ്ഞിട്ടില്ലായിരുന്നു. നരേന്ദ്രമോദി എന്താ ചെയ്തത്? ഒന്നും മിണ്ടിയില്ല. പകരം ചൈനയുടെ വാങ്വി ഇന്ത്യയിലേക്ക് വന്നപ്പോൾ ഇന്ത്യൻ മണ്ണിൽ വെച്ച് വാങ്വി നടത്തിയ ഒരു പ്രസ്താവന, ഇതിനകത്ത് ഞങ്ങൾ ഇന്ത്യക്കൊപ്പമാണ്, ഞങ്ങൾക്ക് അതിനകത്ത് ഇതില്ല, ഈ യുദ്ധം അതായത് ഈ താരിഫിന്റെ ഇത് അഭ്യാസം വേണ്ട എന്ന് ചൈന കൃത്യമായ ഒരു മറുപടി നൽകാൻ. ഇന്ത്യ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ കൂടുതലായി വാങ്ങുകയും ചെയ്തു. ഇതിനിടയിലാണ് വീണ്ടും, അതായത് ഈ ട്രംപ് കരുതിയത് ഈ ട്രംപ് താരിഫ് പ്രഖ്യാപിക്കുമ്പോൾ കാനഡ, ജപ്പാൻ, സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പോയിട്ട് ട്രംപിന്റെ കാല് പിടിച്ചിരുന്നു.
കാരണം വെച്ചാൽ അവർക്ക് കയറ്റുമതിയാണ് അവരുടെ വരുമാന മാർഗം. അത് ഏറ്റവും കൂടുതൽ അവർ കയറ്റുമതി ചെയ്യുന്ന അമേരിക്കയിലേക്ക്. പക്ഷെ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ കയറ്റുമതി അമേരിക്കയിലേക്ക് നടത്തുന്ന രാജ്യം ചൈനയാണ്. ഒരു എക്സ്പോർട്ട് ഓറിയന്റഡ് രാജ്യമാണ് ചൈന. അവർ കാല് പിടിക്കാൻ പോയില്ല. 145% താരിഫ് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ 125 തിരിച്ചടിച്ചു കൊടുത്തു. ചൈന എന്തുകൊണ്ട് അമേരിക്ക ഭയക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റയർ മെറ്റൽസ് അടക്കമുള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല, ചൈനയെ പിണക്കി അമേരിക്കയ്ക്ക് മുൻപോട്ട് പോകാനും കഴിയില്ല. അത് അമേരിക്കയ്ക്ക് അറിയാം, ട്രംപിനറിയാം. അപ്പൊ ട്രംപ് കരുതിയത് ഇന്ത്യ വിരട്ടിയാൽ, വലിയ വിപണിയല്ലേ, ഇന്ത്യ വിരട്ടി കഴിഞ്ഞാൽ സംഭവം നടക്കും, മോദി മുട്ടിലഴയും, തന്നെ കാണാൻ വരും, തന്നെ വിളിക്കും എന്ന് കരുതി. പക്ഷെ ഈ ട്രംപ് ഒരു കുറുക്കനാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ട്രംപ് പഠിച്ച സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ആണെന്ന് പറയാൻ 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാം. കാനഡയിലെ G7 ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നു. ട്രംപ് അവിടെ സമയക്കുറവ്, അതായത് ഉക്രൈൻ യുദ്ധം തീർക്കാനുള്ള തിരക്കിനിടയിൽ അദ്ദേഹം അവിടുന്ന് നേരത്തെ പോവുകയും പിന്നീട് നരേന്ദ്രമോദി ക്ഷണിക്കുകയും ചെയ്യുന്നു അമേരിക്കയിലേക്ക് വരണം. കാനഡയ്ക്ക് തൊട്ടടുത്ത സ്ഥലമാണ്, നിങ്ങൾ ഇതുവഴി ഒന്ന് കയറിയിട്ട് പോകണം, നിങ്ങൾ എന്തായാലും ഇവിടം വരെ വന്നല്ലോ എന്ന് പറഞ്ഞു. നരേന്ദ്രമോദി പറഞ്ഞു അല്പം തിരക്കുണ്ട്, പറ്റില്ല എന്ന് പറഞ്ഞു. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് അമേരിക്കയിൽ അസീം മുനീർ ഉണ്ടായിരുന്നു, പാകിസ്ഥാൻ കരസേനാ മേധാവി. മോദി അമേരിക്ക കാല് കുത്തിയിരുന്നെങ്കിൽ ട്രംപ് പറയാൻ പോകുന്നത്, മോദി ഇവിടെ വന്നു, ഞാൻ ഈ 2 പേരെയും അസീം മുനീറിനെയും മോദിയെ കൂടെ ഇരുത്തി, ഞാൻ പറഞ്ഞു മര്യാദക്കായിരിക്കണം എന്ന് പറഞ്ഞു വരട്ടി 2 പേരും കൂടെ ഓക്കെ അടിച്ചു, ഇത് എനിക്ക് നോബൽ പ്രൈസ് തന്നൂടെ എന്ന് ചോദിക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു. പക്ഷെ അത് അവിടെ പൊളിഞ്ഞു. 3G ആയി എന്ന് പറയുന്നത് കുറച്ചൊരു ഭംഗി. കാരണം അവിടുന്ന് മോദി പറഞ്ഞു, വളരെ ബുദ്ധിമാനായ ഒരു ഭരണാധികാരിയാണ് മോദി, ഒരു നല്ല പൊളിറ്റീഷ്യനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ്, എനിക്ക് അല്പം തിരക്കുണ്ട്. അദ്ദേഹം എവിടെയാണ് തിരക്കിട്ട് വന്നതെന്നറിയാവോ? ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിക്കാണ് വന്നത്. ഏതായാലും അമേരിക്കൻ പ്രസിഡന്റിനെ ആ കാണുന്നത് ഒരു ഭരണാധികാരിയും ഒഴിവാക്കത്തില്ല. പക്ഷെ അദ്ദേഹം വന്നത് ഒരു പൊളിറ്റിക്കൽ റാലിക്ക് പങ്കെടുക്കാനാണ്. പിറ്റേ ദിവസം അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ റാലിയിലായിരുന്നു പങ്കെടുത്തത്. രണ്ടാമത്തേത്, നമ്മുടെ ഇന്ത്യയുടെ ഇതുവരെ നമ്മുടെ ആത്മസംയമനത്തോടു കൂടി മാത്രമാണ് വളരെ മോശം രീതിയിൽ നമ്മൾ അമേരിക്കൻ ഒരു ഭരണാധികാരികളും നമ്മൾ പറഞ്ഞിട്ടില്ല. നമുക്കറിയാം, ഈ നമ്മുടെ ബ്രസീലിന്റെ ഭരണാധികാരിയൊക്കെ പട്ടി വിലയാണ് കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തിന്റെ വായിന്ന് കേട്ടത് നമ്മൾ കേട്ടതാണ്. പക്ഷെ നമ്മളെന്നത് കൊടുക്കാത്ത ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഒരു മാന്യതയാണ്. നമ്മൾ പേരെടുത്ത് പോലും നമ്മൾ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇന്നലെ നരേന്ദ്രമോദി പേരെടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഏതായാലും അപ്പോഴത്തേനും നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമുള്ള ഈ എന്താ പറയുന്ന മതം മാറ്റ ലോബിയും അവരുടെ മാധ്യമങ്ങളും നിരന്തരം വാർത്ത ചെയ്യാൻ തുടങ്ങി. ഇന്ത്യ തകരുന്നു, മോദി തകരുന്നു, ഇപ്പൊ ട്രംപ്. കാരണം ഇവർക്ക് ക്ഷമിക്കാൻ ഇനി കഴിയില്ല. ഇവർ ആദ്യമായി പ്ലാൻ ചെയ്ത ഒരു സാധനം എന്ന് പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് BJP താഴെ പോകുന്നവരെല്ലാം കൂടെ, ഈ സംഘങ്ങൾ എല്ലാം കൂടെ, കാരണം ഇവർക്കൊക്കെ സ്വപ്നങ്ങളുണ്ട്. അതായത് ഈ മതം മാറ്റ ലോബിക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെയും ദൈവരാജ്യം സൃഷ്ടിച്ചെടുക്കണം. ഉള്ള സ്ഥലത്ത് തന്നെ പോയിക്കൊണ്ടിരിക്കുക, അവിടെ വേറെ അവന്മാർ കയറി തുടങ്ങി. അപ്പോ ട്രംപ് കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർക്കൊരു ബലം കിട്ടി. ട്രംപ് വന്നു, ഇനിയിപ്പോൾ എല്ലാം മാറ്റിമറിക്കും. അപ്പം ഏറ്റവും കൂടുതൽ 2024 തെരഞ്ഞെടുപ്പ് മോദി താഴെ പോകുമെന്ന് പറഞ്ഞു. പോയില്ല. അന്ന് വലിയ രീതിയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇടപെട്ടിരുന്നു ആ തെരഞ്ഞെടുപ്പിൽ. അത് നമ്മൾ പിന്നീട് ഒരുപാട് തവണ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്തു. പിന്നീട് ഇവര് നോക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബംഗ്ലാദേശുമായിട്ടുള്ള ഇഷ്യൂ, അല്ല അതിനു മുമ്പ് മണിപ്പൂർ ഇഷ്യൂ കത്തിച്ചു നിർത്തുന്നു. അത് വലിയ വിഷയമാകുന്നു, ഇന്റർനാഷണൽ തലത്തിൽ ചർച്ചയാകുന്നു. അങ്ങനെ മണിപ്പൂർ ഒരു പ്രത്യേക രാജ്യമാകും. അങ്ങനെ മണിപ്പൂരും നമ്മൾ സ്വപ്നം കണ്ട സ്ഥലങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് ദൈവരാജ്യം വരുമെന്ന് കരുതി. അതും തീർന്നു. രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി. അവിടുന്ന് ഇപ്പോൾ ഒരു വാർത്ത പോലും ഇപ്പൊ നമുക്ക് കിട്ടും. ശാന്തം, സുന്ദരം, അവിടെ അങ്ങനെ പോകുന്നു. അവന്റെയൊക്കെ കഞ്ചാവ് കൃഷിയും എല്ലാം കൂടെ വെട്ടി ദൂരെ കളയുകയും ചെയ്തു. മൂന്നാമത്തേത്, ബംഗ്ലാദേശ് പ്രശ്നം ഉണ്ടാക്കിയത്. ബംഗ്ലാദേശിൽ പോയിട്ട് അമേരിക്ക ആളെ വിടുന്നു. സോറോസിന്റെ മോൻ അവിടെ വരുന്നു, കുത്തിക്കലക്കും, പ്രശ്നങ്ങളുമായി. ബംഗ്ലാദേശ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കും. അപ്പൊ വീണ്ടും നമ്മുടെ രാജ്യത്ത് ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാകും. അതിന്റെ പേരിൽ മോദി താഴെ പോകും. നമ്മൾ സ്വപ്നം കണ്ട കിനാശേരി വരുമെന്ന് പറഞ്ഞു. അതും സംഭവിച്ചില്ല. ഓപ്പറേഷൻ സിന്ദൂരിന്റെ സമയത്ത് അവർ കരുതിയത് പാകിസ്ഥാൻ വമ്പൻ അടിയടിക്കും. അതായത് നേരത്തെ വാർത്തകൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഇന്ത്യ തകർന്നു, ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ തകർന്നു, ഇന്ത്യ തകർന്നു എന്ന് പറഞ്ഞ് നേരത്തെ വാർത്തകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെച്ച വാർത്തകളാണ് പിറ്റേ ദിവസം എയറിൽ പോയത്. അതായത് നേരത്തെ തന്നെ ഇവർ പ്ലാൻ ചെയ്ത് അണിയറയിൽ ഒരുക്കി വെച്ച വാർത്തകളായിരുന്നു. പിറ്റേ ദിവസം പോയില്ല. പുലർച്ചെ 3 മണിക്കായിരുന്നു നമ്മുടെ 2 മണിക്കോ 3 മണിക്കോ ഇടയിലായിരുന്നു നമ്മുടെ അറ്റാക്ക് ഫസ്റ്റ് തുടങ്ങുന്നത്. വെളുപ്പിന് തന്നെ, നേരം പുലരും മുമ്പ് തന്നെ എല്ലാ മാധ്യമങ്ങളിലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വാർത്ത വരുന്നതിന് മുമ്പ് ഈ ഇന്ത്യൻ വിമാനങ്ങൾ തകർന്നു എന്നൊരു വാർത്ത സ്പ്രെഡ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. രണ്ടാമത്തെ കാര്യം, ഇവർ കരുതിയത് പാകിസ്ഥാൻ വലിയ രീതിയിൽ ആണവാക്രമണങ്ങളൊക്കെ നടത്തും, തകരും. അതായത് രാജ്യത്തിനെതിരെ വലിയ പ്രശ്നം വരുമ്പോൾ മോദിക്കെതിരെ എല്ലാവരും തിരിയും, BJPക്കെതിരെ എല്ലാവരും തിരിയും. അപ്പോൾ ഈ ഭരണം അലങ്കോലമാകും. തങ്ങൾ കണ്ട കിനാശേരിയിലെ ആളുകളെല്ലാം കൂടി വന്ന് ഭരണം ഏറ്റെടുക്കും. അപ്പൊ തങ്ങളുടെ സർവ്വസാധാരണം നടക്കും, തങ്ങളുടെ ദേവരാജ്യം വരും എന്ന് അവർ കരുതി. പിന്നെ NGO അടക്കം, അതായത് ഈ പാകിസ്ഥാന്റെയും ചൈനയുടെയും ഒക്കെ വലിയ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള NGOകൾ വലിയ രീതിയിൽ പ്രവർത്തനം നടത്തി. ഇതിനൊക്കെ പിന്തുണ കൊടുത്തുകൊണ്ട് 90% മാധ്യമങ്ങൾ അവർക്കൊപ്പം നിന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം പൊളിഞ്ഞടുങ്ങിയ കാഴ്ചയാണ്. അവസാനത്തെ തുരുപ്പ് ചീട്ടാണ് ഈ താരിഫ്. ഇന്ത്യ പ്രതീക്ഷിക്കുന്ന താരിഫ് അല്ല, ഉപരോധമാണ്. അത് പ്രധാനമന്ത്രി പറഞ്ഞു കഴിഞ്ഞു.
നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കണം. ഞാൻ അതിന്റെ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ താരിഫ് അല്ല അമേരിക്ക ഇനി ചെയ്യാൻ പോകുന്നത്, ഉപരോധമാണ്. ഈ ഉപരോധം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചൊരു പുതിയ കാര്യമല്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എപ്പോഴൊക്കെ നമുക്ക് പണിയാൻ അവർക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ പണി തന്നിട്ടുള്ള രാജ്യമാണ്. 65 നമ്മൾ കണ്ടതാണ്. നമുക്ക് ഗോതമ്പ് പോലും തരാതിരിക്കുന്നു. നമ്മളിപ്പോ ഭക്ഷ്യസുരക്ഷയിൽ നമ്മളിപ്പോ ഒന്നാമത് നിൽക്കുന്നു, ഗോതമ്പ് ഉൽപ്പാദനത്തിലടക്കം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ആയുധങ്ങൾ എത്തിക്കാതിരുന്നു. GPS ഓഫ് ചെയ്തുകൊണ്ട് കാർഗിൽ യുദ്ധത്തിൽ തറ പറ്റിക്കാൻ നോക്കി. നമ്മുടെ വടക്കം വീരാതെ മമ്മൂട്ടി പറയുന്നതിനൊക്കെ, നിങ്ങൾ എന്നെ ചതിക്കാൻ പല വഴിക്കൊക്കെ നോക്കി, നിങ്ങൾക്ക് എന്നെ ചതിക്കാൻ കഴിയില്ല മക്കളെ എന്ന് പറയുന്ന അതിന് സമാനമായിക്കൊണ്ട് തന്നെയുള്ള നീക്കങ്ങളാണ് അമേരിക്ക നാളിതുവരെ നടത്തിയിട്ടുള്ളത്. 98-ൽ ദുർബലമായിരിക്കുന്ന ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയും ഛിന്ന ഭിന്നമായിരിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയ്ക്കുമിടയിൽ ഇന്ത്യക്കെതിരെ ഉപരോധം പ്രഖ്യാപിച്ച രാജ്യമാണ് അമേരിക്ക. അതിനെയും നാം മറികടന്നു, അതിജീവിച്ചു. അപ്പോഴാണ് ഈ ഒരു ഉടായ്പം കൊണ്ടുവരുന്നത്. കാരണം ഇന്ത്യക്ക് നഷ്ടം ഉണ്ടാകില്ലെന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാകും. കാരണം ഏത് പ്രശ്നങ്ങളും, അതൊരു യുദ്ധമായാലും എന്തു തന്നെയായാലും ഏത് രാജ്യങ്ങൾക്കും അനുഭവിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ സാഹചര്യങ്ങളെയാണ് അതിജീവിച്ചു വന്നത്. ഇവിടെ സിമ്പിൾ ആയിട്ടൊരു കാര്യം നമുക്ക് ആലോചിക്കാൻ പറ്റും. കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ലോകത്തെ എല്ലായിടത്തെയും സാമ്പത്തിക വ്യവസ്ഥയെ തകിടം മുറിച്ചപ്പോൾ ഇന്ത്യയിൽ അത് സംഭവിച്ചില്ല. ഇന്ത്യ അപ്പോഴും നമ്മൾ പിടിച്ചു നിന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ്. കാരണം ഇന്ത്യക്കാരന് എങ്ങനെ ഇതിനെ അതിജീവിക്കാൻ കഴിയുമെന്ന് നന്നായി അറിയാവുന്ന ഒരു വിഭാഗമാണ്. ഇവിടെ ട്രംപ് കരുതിയത് ഞാൻ വരട്ടുമ്പോൾ ഇന്ത്യ വീഴും, മോദി തന്നെ വിളിച്ച് കരയും, അതിനുശേഷം താനും കൂടെ കുറെ ഡിമാൻഡ് വെക്കും, അതൊക്കെ അംഗീകരിക്കുമെന്നായിരുന്നു. അതിന് മോദി രണ്ടാമത് ജനിക്കണം. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ഏതായാലും ട്രംപിന്റെ ഈ പക അത് കൊണ്ട് എത്തിക്കുന്ന ഇപ്പോൾ ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ തന്നെ അമേരിക്കയിൽ അതിന്റെ പണപ്പെരുപ്പമൊക്കെ തുടങ്ങി. കാരണം അമേരിക്ക വളരെ കാലം 2000-ന് ശേഷമാണ് ധനുഷ ഇപ്പോൾ ഇന്ത്യ അമേരിക്ക തമ്മിൽ ഒരു മഞ്ഞുരുകൽ വന്നത്. അതിനു മുമ്പ് നമ്മളും അവരോടൊരു മഞ്ഞുരുകൽ ഇല്ല. 2000-ന് ശേഷമാണ് വന്നത്. നമുക്ക് ഈ അമേരിക്കയിലോട് വലിയ കയറ്റുമതിയുമില്ല, നമുക്ക് എങ്ങോട്ടും വലിയ കയറ്റുമതിയില്ല. നമ്മൾ കയറ്റുമതി ആശ്രയിക്കാത്ത ഒരു രാജ്യമാണ്. കാരണം നമ്മുടെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് തന്നെ ഇവിടെ. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കലിന് ഇപ്പം ഈ താരിഫ് ബാധകമല്ല ഇപ്പോൾ തൽക്കാലം എന്ന് പറയുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അയാളുടെ ഔദാര്യമല്ല. ഫാർമസ്യൂട്ടിക്കൽ ഇവിടെ തന്നെ വിറ്റഴിച്ചു പോകും എന്നുള്ളതാണ് നമ്മുടെ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. അത് കയറിപ്പോയില്ലെങ്കിലും അത്യാവശ്യം കച്ചവടം ഇവിടെ നടന്നു പോകും. എന്നാൽ അവിടെ നമ്മൾ കയറ്റേജ് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന തുണി, അതുപോലെ തന്നെ ഈ ജെംസ് ആൻഡ് ജ്വല്ലേഴ്സ്, അതിനൊക്കെ ഇത് വന്നിട്ടുണ്ട്, ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്, തട്ടുകേട് വന്നിട്ടുണ്ട്. പക്ഷെ അപ്പൊ അങ്ങനെയൊക്കെ അറിയാം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. എന്താ ഇതിന് ചെയ്യാന്ന് വെച്ചാൽ ഇതിന് ബുദ്ധിമുട്ട് വരില്ല ഈ ഫാർമാ രംഗത്തിന് വലിയ രീതിയിൽ. അതാണ് ഇതിന്റെ ഒരു കാര്യം. വേറൊരു കാര്യം കൂടെ, 50% ചില ഉൽപ്പന്നങ്ങൾക്ക് 63% വരെ ടാക്സ് ഉണ്ട് കേട്ടോ, ഈ താരിഫ് കൂടി കഴിയുമ്പോൾ. ഇതെല്ലാം ഉണ്ട്. ഇതിനെ അതിജീവിച്ച് നമ്മൾ പോകും. ഇതിനെ അതിജീവിച്ച് പോയി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു സ്മൂത്ത് ലെവലിൽ, ഇനി ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇനി ഇത് വീണ്ടും ഒരു സ്മൂത്ത് ആയിട്ട് ഒരു കണക്ഷനിലേക്ക് ഈ ഒരു ബന്ധം എത്തിക്കണമെങ്കിൽ എത്രത്തോളം രണ്ട് രാജ്യങ്ങളും പണിപ്പെടേണ്ടി വരും. അതാണ് അവിടുത്തെ നിക്കി ഹാലി ഉൾപ്പെടെയുള്ളവർ പറയുന്നത്. ഞങ്ങൾ ഇത് വർഷങ്ങളായിട്ട് ഒന്ന് ശരിപ്പെടുത്തി കൊണ്ടുവന്നതാണ്, വർഷങ്ങളായിട്ട് ഞങ്ങളൊന്ന് സ്മൂത്ത് ആക്കി കൊണ്ടുവന്നാണ്, ഒറ്റ ദിവസം കൊണ്ട് വളവാക്കി എന്ന് പറയുന്നത്. ഇതാണ് അതിനകത്ത് സംഭവിക്കുന്നത്. എന്തായാലും ഇന്ത്യക്കാരനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യ എന്നല്ല ഏത് രാജ്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാലും ഉപരോധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വരും. അതിനെ അതിജീവിക്കുക എന്നുള്ള ഒരു നയമാണ്. അല്ലാതെ അമേരിക്ക താരിഫ് പ്രഖ്യാപിച്ചു എന്ന് കരുതി തകർന്നു പോകുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. ബ്രിട്ടീഷുകാർ 200 കൊല്ലം തേരാപ്പാര കുതിര ഓടിച്ചിട്ട് തകർന്നിട്ടില്ല ഈ ഭാരതം. അന്ന് ഇന്ത്യ പോലുമല്ല, ഈ രാജ്യവും ഇവിടുത്തെ സംസ്കാരം ഒന്നും തന്നെ തകർന്നിട്ടില്ല. അതിനെ അതിജീവിച്ചവരാണ്. 800 വർഷം മുഗളന്മാര് കൊന്നു തള്ളിയിട്ട് നമ്മുടെ ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. അതിനെ അതിജീവിച്ചൊരു പഴയ തലമുറയുടെ പിൻതലമുറക്കാർ തന്നെയാണിത്. ഒരുപക്ഷെ പുതിയ തലമുറയെ സംബന്ധിച്ച്, പുതിയ യൂത്തിനെ സംബന്ധിച്ച് അവർക്ക് ഒരുപക്ഷെ നിരോധനം ഇല്ലെങ്കിൽ ഇങ്ങനത്തെ താരിഫ് വാർ എന്ന് പറയുന്നത് അവർക്കൊരു പുതുമയുള്ള കാര്യമായിരിക്കും. അവരോട് പറയാനുള്ളത്, കോവിഡ് കാലം, ആ ഒരു കോവിഡ് കാലത്ത് എങ്ങോട്ടും കച്ചവടം നടക്കത്തില്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മൾ പിടിച്ചു നിന്ന് മുമ്പോട്ട് പോയവരാണ് നല്ലത്. നമ്മൾ ഈ രാജ്യത്തെ എല്ലാവർക്കും സൗജന്യ റേഷൻ അന്ന് കൊടുത്തു തുടങ്ങിയതാണ്. ഇന്നും ആ സൗജന്യ റേഷൻ കൊടുക്കുന്നുണ്ട്, ധാന്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് മുമ്പോട്ട് പോയ രാജ്യമാണ് നമ്മുടേത്. അപ്പൊ എന്തായാലും കോവിഡ് കാലം പോലെ അല്ലല്ലോ ഇത്, ഒരു രാജ്യത്തിന്റെ താരിഫാണ്. നയതന്ത്ര ബന്ധത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാകാം. നയതന്ത്ര ബന്ധം നമ്മൾ എല്ലാവരുമായിട്ട് സ്മൂത്ത് അല്ല. പിന്നെ മോദി എപ്പോഴും പറയുന്നതൊക്കെ എല്ലാ കാലവും എല്ലാവരും സുഹൃത്തുക്കളോ എല്ലാവരും ശത്രുക്കളോ അല്ല. അത് ചൈനയുമായിട്ടുള്ള റിലേഷന്റെ കാര്യത്തിൽ അതാണ് നമ്മുടെ ഒരു നീക്കവും തീരുമാനം.